So നമ്മൾ 1 plus 1 by 2 plus etc. 1 by n എന്ന് പറഞ്ഞ സീക്വൻസിന്റെ കൺവേർജൻസിനെ കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുമായിരുന്നു. സോ അവിടെ നമ്മൾ അതിന് ഒരു monotonic sequence ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. So in order to establish a monotonic sequence to be convergent, it is enough to establish that it is bounded. So boundedness പറയുന്നതിന് പകരം അതിൻ്റെ ഒരു സബ് ക്ലാസ് ഓഫ് സീക്വൻസ് എടുത്തു അത് ബൗണ്ടഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ x2 raised to 6 is greater than 1 plus 6 by 2. പാറ്റേൺ ഒബ്സർവ് ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇനി ജനറൽ ടേമിലേക്ക് പോവാം. സോ അവർ ജനറൽ ടേം ഈസ് ആക്ച്വലി x2 raised to n എന്ന് പറയുന്ന ജനറൽ ടേം. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി 1 plus 1 by 2 plus etc. plus 1 by 2 raised to n minus 1 plus 2 raised to n minus 1 plus 1 plus etc. 1 by 2 raised to n. Okay, so ഇവിടത്തെ ഫസ്റ്റ് 1 by 2 raised to n വരെയുള്ള ടേംസിനെ നമുക്ക് x2 raised to n minus 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Okay, plus 1 by 2 raised to n minus 1 plus 1 plus etc. 1 by 2 raised to n. So ഇത് totally 2 raised to n minus 1 terms ഉണ്ട്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഒബ്സർവ് ചെയ്തതാണ്. ഇതുപോലെ നമ്മൾ പർട്ടിക്കുലർ കേസിൽ ഒബ്സർവ് ചെയ്തതാണ്. നമ്മൾ x2 raised to 6 എടുത്തപ്പോൾ 1 by 2 raised to 5 plus 1, okay, which is actually 33. തൊട്ട് 1 by 2 raised to 6 വരെയുള്ളത് 2 raised to 5 terms ഉണ്ട്. Okay, so 2 raised to 5 terms ഉണ്ട്. ഓരോ ടേമിനും പകരം 1 by 2 raised to 6 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ 1 by 2 raised to n minus 1 plus 1 തൊട്ട് 1 by 2 raised to n വരെ 2 raised to n minus 1 terms ഉണ്ട്. ഓരോ ടേമിനും പകരം നമ്മൾ 1 by 2 raised to n ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. So this is actually greater than, കാരണം ഇവിടുത്തെ ഓരോ ടേമിനും പകരം അതിനെക്കാട്ടിലും ചെറിയ ടേമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. So this is actually greater than x2 raised to n minus 1 plus actually 2 raised to n minus 1 divided by 2 raised to n. Okay, so നമ്മൾ ഒബ്സർവ് ചെയ്തത് x2 raised to 6 is greater than 1 plus 6 by 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഓക്കെ, സോ ഇൻ ജനറൽ നമ്മൾ ഇൻഡക്ഷൻ വെച്ച് അസ്യൂം ചെയ്യുകയാണെങ്കിൽ the result is true for n minus 1 എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ we have x2 raised to n minus 1 is actually greater than 1 plus n minus 1 by 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മൾ 1നും 2നും ഒക്കെ പ്രൂവ് ചെയ്തു. ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ x2 raised to n minus 1 is greater than 1 plus n minus 1 by 2. Result is true for n minus 1 എന്നുള്ളത്. ഇനി n-ന് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനെ ഇങ്ങനെ എഴുതി. സോ നെക്സ്റ്റ് ഈസ് ആക്ച്വലി x2 raised to n minus 1 പകരം നമുക്ക് which is greater than 1 plus n minus 1 by 2 എന്ന് എഴുതാൻ പറ്റും. 2 raised to n minus 1 divided by 2 raised to n is actually 2, 1 by 2 എന്ന് കിട്ടും. So combining those two we get x2 raised to n is actually greater than 1 plus n minus 1 by 2 plus actually 1 by 2. So it is equal to 1 plus n by 2. So x2 raised to n is actually greater than 1 plus n by 2. Okay, എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇത് അല്ലാതെയും ചെയ്യാം. ഇതിനെ 1 plus 1 by 2 plus 1 by 3 plus 1 by 4 എന്ന് പകരം 1 by 4 എന്ന് കൊടുക്കുക. 1 by 5 plus 1 by 6 plus 1 by 7 plus 1 by 8 is equal to 1 by 8 എന്ന് കൊടുക്കുക. 1 by 9 plus 1 by 10 plus etc. 1 by 16 എന്ന് പകരം 1 by 16 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോകുമ്പോഴും ഇതേ ആൻസേഴ്സ് തന്നെ നമുക്ക് കിട്ടും. സോ we have proved that using induction x2 raised to n is greater than 1 plus n by 2. So the result is true for every n. So in general x2 raised to n is greater than 1 plus n by 2 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ as n tends to infinity ആകുമ്പോൾ n by 2 also. So as
n tends to infinity, n by 2 tends to infinity, 1 plus n by 2 tends to infinity. Okay, which means that 1 plus n by 2 എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാം, which is actually not at all bounded. അതിനെക്കാട്ടിലും വലുതാണ് x2 raised to n. So 1 plus n by 2 എന്തല്ല, ബൗണ്ടഡ് അല്ലാത്തതുകൊണ്ട് അതിനെക്കാട്ടിലും വലുതായ x2 raised to n ബൗണ്ടഡ് അല്ല. So which implies x2 raised to n is not bounded. Okay, so in fact ഇത് bounded above അല്ല, അപ്പോൾ ഈ സീക്വൻസ് ബൗണ്ടഡ് എബോ അല്ല. ഓക്കെ, സോ അല്ലെങ്കിൽ ബൗണ്ടഡ് അല്ല ഇൻ ജനറൽ. നമ്മൾ ഈ സീക്വൻസ് ചൂസ് ചെയ്തത് നമ്മൾ ഓൾറെഡി എടുത്ത എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിന്റെ സബ് ക്ലാസ് ആണ്. ഓക്കെ, സോ x2 raised to n is actually a subclass or subsequence of xn. Okay, this is not bounded, which implies ഇതിന്റെ അകത്തെ എല്ലാ ടേംസും ഈ സീക്വൻസിന്റെ അകത്തുണ്ട്. സോ ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ലെങ്കിൽ ഈ സീക്വൻസ് ബൗണ്ടഡ് അല്ല. സോ ഇൻ ജനറൽ ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. സോ xn is actually monotonic increasing but not bounded, which implies xn is not convergent. Okay, so ഇങ്ങനെ നമുക്ക് xn എന്ന് പറയുന്ന സീക്വൻസ് monotonic increasing ആണ്, പക്ഷെ അത് ബൗണ്ടഡ് അല്ല. ഓക്കെ, സോ ടു സം ഓഫ് ദ ഹോൾ തിങ്, നമ്മുടെ സീക്വൻസ് കൺവേർജന്റ് അല്ല, ഡൈവേർജന്റ് ആണ് എന്നാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് xn is equal to 1 plus 1 by 2 plus etc. 1 by എന്നുള്ള സീക്വൻസിന്റെ കൺവേർജൻസോ അല്ലെങ്കിൽ ഡൈവേർജൻസോ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ആദ്യം സീക്വൻസ് ഒബ്സർവ് ചെയ്തു, സീക്വൻസിന്റെ n+1th ടേം എഴുതി, അതിനെ nth ടേം പ്ലസ് 1 by n+1 എന്ന് എഴുതാം. 1 by n+1 greater than 0 ആയതുകൊണ്ട് xn+1 is always greater than xn എന്ന് എഴുതാൻ പറ്റും, which means sequence is monotonic increasing. So monotone convergence theorem വെച്ചിട്ട് ഈ sequence is convergent if and only if bounded. So ഈ സീക്വൻസിന്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത് ബൗണ്ടഡ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇൻഫാക്ട് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് ആയതുകൊണ്ട് ബൗണ്ടഡ് എബവ് ആണെന്ന് നോക്കിയാൽ മതി. നമ്മൾ അതിന് പകരം സീക്വൻസിന്റെ ഫുൾ ടൈംസ് എടുക്കുന്നതിന് പകരം സീക്വൻസിന്റെ ഒരു സബ് ക്ലാസ് എടുക്കുന്നു. x2 raised to n എന്ന് പറയുന്ന ഒരു സബ് ക്ലാസ്. ഈ സീക്വൻസിന്റെ ടേംസ് തന്നെയാണ്, പക്ഷെ എല്ലാ ടേംസും എടുക്കുന്നില്ല. 2 raised to n എന്ന പവറിലുള്ള ഇൻഡെക്സ് ടേംസുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ x2 raised to 1 is greater than is equal to 1 plus 1 by 2, x2 raised to 2 is greater than 1 plus 2 by 2. So in general നമുക്കൊരു പാറ്റേൺ കിട്ടി. Result is true for n, n is equal to 1. നമുക്കൊരു പാറ്റേൺ കിട്ടി. ജനറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് x2 raised to n minus 1 is actually greater than 1 plus n minus 1 by 2 എന്നുള്ളതാണ്. ഇത് അസ്യൂം നമ്മളിപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇത് റിസൾട്ട് n minus 1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇൻഡക്ഷൻ വെച്ചിട്ട് ജനറലി nത്തിന് പ്രൂവ് ചെയ്യുന്നു. സോ x2 raised to n നെ നമുക്ക് x2 raised to n minus 1 പ്ലസ് ഇതെന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ അകത്ത് ടോട്ടൽ 2 raised to n minus 1 ടൈംസ് ഉണ്ട്. ആഫ്റ്റർ ദിസ് സ്റ്റേജ് എല്ലാത്തിനും പകരം ചെറിയ വാല്യൂസ് ആയ 1 by 2 raised to n ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത്. സോ x2 raised to n is greater than x2 raised to n minus 1 plus 2 raised to n minus 1 by 2 raised to n. ഇതിനെ 1 by 2 എന്ന് എഴുതാം. x2 raised to n minus 1 by induction assumption is greater than 1 plus n minus 1 by 2 plus 1 by 2, which is equal to 1 plus n by 2. So x2 raised to n is greater than 1 plus n by 2 എന്ന് കിട്ടും. n tends to infinity ആകുമ്പോൾ n by 2 tends to infinity ആണ്, 1 plus n by 2 tends to infinity ആണ്, which means this is not bounded. 1 plus n by 2 is not bounded. 1 plus n by 2 bounded അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വലുതാണ് x2 raised to n. So which means x2 raised to n is not bounded. x എന്ന് പറയുന്ന സീക്വൻസിൽ നിന്ന് ഒരു സബ് ക്ലാസ് ഓഫ് സീക്വൻസ് എടുത്തതാണ് x2 raised to n. x2 raised to n is not bounded എന്ന് കിട്ടി, which means x2 raised to n അകത്ത് എല്ലാ ടേംസും x ന്റെ അകത്തുണ്ട്. ഓക്കെ, സോ x2 raised to n is bounded അല്ലെങ്കിൽ xn ഉം bounded അല്ല. xn is a monotonic increasing sequence which is not bounded, which means it is not convergent. So നമ്മുടെ സീക്വൻസ് കൺവേർജന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി.